Hello guys, welcome back to my YouTube channel. എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും ഞാൻ പറയാറുണ്ട് ഈ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണെന്ന്. പക്ഷേ ഈ വീഡിയോ ശരിക്കും എനിക്ക് കുറച്ചധികം സ്പെഷ്യലാണ്. കാരണം ഫസ്റ്റ് ഇയർ ഞാൻ പാസ്സായി ആൻഡ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഇയർ BAMSൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഈ വ്ളോഗ്. ഇറ്റ് വാസ് ലൈക്ക് ഫസ്റ്റ് ഇയർ പാസ്സായി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. പ്രത്യേകിച്ചൊരു പ്രൊഫഷണൽ കോഴ്സിൽ പാസ്സാവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. പാസ്സാവുന്ന എനിക്ക് ലൈക്ക് ഓൾമോസ്റ്റ് ഷുവർ ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു ഉള്ളിൻ്റെ പേടിയല്ലേ റിസൾട്ട് വരുമ്പോൾ. അപ്പോൾ പാസ്സായി നടന്നിട്ട് ഞാൻ ഒരു ഭയങ്കര സമാധാനത്തോടെ ഇരിക്കുന്നത് അപ്പോഴാണ്. അത് വേറെ നമുക്ക് ഉള്ളിലൊരു ടെൻഷനായിരുന്നല്ലോ. അതായത് കോളേജിലേക്ക് വരണം. സെക്കൻഡ് ഇയറിലാണ് നമുക്ക് ഫുൾ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ കുറച്ചുകൂടെ ടഫറാണ് ഫസ്റ്റ് ഇയറിനേക്കാളും. ഫസ്റ്റ് ഡേ തന്നെ കുറേ ക്ലാസ് എടുത്തു, 2 അസൈൻമെൻറ്റ് കിട്ടി. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്താ വിചാരിക്കുക, ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഉച്ചവരെ ക്ലാസ് എടുക്കുന്നു, ഒന്നുമില്ല പ്രത്യേകിച്ച് അതിനെ ഉച്ചയ്ക്ക് ശേഷം വരണ്ടെന്ന് പറയുന്ന ടീച്ചേഴ്സ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം പഠിപ്പിക്കലുകളും അത്യാവശ്യം ത്തിലേറെ ക്ലാസ്സുകളും ഒക്കെ സെക്കൻഡ് ഇയറിൽ എടുത്തു. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഡോക്ടർ ആവണം എന്നൊക്കെ വിചാരിച്ച് വരില്ലേ, അത് ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ഇയറിലാട്ടോ. നമ്മൾ ക്ലിനിക്സ് കയറുന്നത് സെക്കൻഡ് ഇയറിലാണ്. അതേപോലെ ചില പ്രൊസീജിയേഴ്സൊക്കെ പഠിക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. കൂടുതൽ OP IP കേസസ് അതൊക്കെ എടുക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. നമുക്ക് 6 സബ്ജക്റ്റാണ് സെക്കൻഡ് ഇയറിൽ വരുന്നത്. ഫസ്റ്റ് ഇയറിൽ 5 സബ്ജക്റ്റായിരുന്നു, 9 പേപ്പറായിരുന്നു. 9 പേപ്പറും ഒരു സപ്ലിയൊന്നും ഇല്ലാണ്ട് പാസ്സായപ്പോൾ അതാ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവർക്ക് അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പാസ്സാവുക എന്നൊക്കെ പറയുന്നത് ഒരു നെടുവീർപ്പ്. അത് കഴിഞ്ഞാൽ ഞാൻ റിസൾട്ട് കേട്ടിട്ട് ഇതിങ്ങനെയായിരുന്നു എൻ്റെ ഒരു 2 ദിവസത്തെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ തന്നെ ഫുൾ ഇത് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സപ്ലി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ബട്ട് സ്റ്റിൽ അത് പഠിച്ചത് പാസ്സായപ്പോൾ ഒരു സമാധാനം, സന്തോഷം ഒക്കെ. സോ ഈ വ്ളോഗിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ലെറ്റ്സ് സീ. ഫസ്റ്റ് ഡേൻ്റെ എക്സൈറ്റ്മെൻറ്റിനേക്കാളും പാസ്സായതിൻ്റെ എക്സൈറ്റ്മെൻറ്റായിരുന്നു ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നേ. അതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ട്സിനെ എല്ലാവരും കുറേ കാലത്തിന് ശേഷം, എന്നുവെച്ചാൽ 2-3 വീക്സിന് ശേഷം കാണുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോൾ വിശേഷം പറയാനൊന്നും പറ്റില്ല. ടീച്ചേഴ്സ് അത്യാവശ്യം ചീത്ത പറയും. അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികളായിരുന്നു, ക്ലാസ്സിലൊക്കെ നല്ല കുട്ടികളായിരുന്നു. പിന്നെ ക്ലാസ്സിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. കൊറോണ കഴിഞ്ഞു എന്നറിയാത്ത അശ്വിനെ പീക്കാണ് നമ്മൾ കൂടെ ചേരുന്നത്. അതാ നോക്കൂ, കൊറോണ കഴിഞ്ഞു എങ്കിലും മാസ്ക് അവിടെ വ്ളോഗിൽ വരൂ. ചിലപ്പം എന്നുള്ള നിലയ്ക്ക് കുട്ടികൾ സഹകരിക്കുന്നുണ്ടോ? സങ്കടം വരുന്നുണ്ടോ? അതിന് നമുക്ക് ഫുഡ് വേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിന്നാണ്ടിരിക്കണം. ഈ സീൻസൊക്കെ നമ്മൾ ഹൈസ്കൂൾ തൊട്ട് വിടുന്നതാണ്. ഇത് എപ്പോഴും നമ്മൾ ആചരിച്ചു കൊണ്ടുവരുന്നു. ക്ലാസ് ടൈമിൽ ഉറക്കം, ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങും. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് അടുത്തുള്ള ബേക്കറിയിലേക്കാണ്. നമ്മൾ കാര്യമായിട്ട് പത്യവും അപത്യവും ഒക്കെ പറയും, പക്ഷെ വിശക്കുമ്പോൾ ഞങ്ങൾ മുട്ട പപ്സിലേക്ക് തന്നെയാണ് എത്തിച്ചേരാറുള്ളത്. ഐ ഡോണ്ട് റെക്കമെൻഡ് ഈറ്റിംഗ് ഇറ്റ്, ബട്ട് സ്റ്റിൽ വിശക്കുമ്പോൾ നമ്മൾ പലതും മറന്ന് നമ്മുടെ പഴയ ഹാബിറ്റ്സിലേക്ക് തന്നെ തിരിച്ചു പോകുമല്ലോ. മേ ബി കുറച്ചുകൂടെ കേസസ് ഒക്കെ ഇപ്രാവശ്യം കാണുമ്പോൾ നല്ലതാവും. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം, അല്ലേ? ഇത് ക്ലാസ്സിൻ്റെ ഇടയ്ക്കല്ല കേട്ടോ, ക്ലാസ്സിലെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. സോ ഗായ്സ്, ഇന്നത്തെ വ്ളോഗല്ല, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ചില്ലിങ് ആയിരിക്കുന്നു, പക്ഷെ എല്ലാവരും ക്ലാസ് എടുത്തു. അതിലൊരു സങ്കടം മാത്രമേ ഉണ്ട്.
ക്ലാസ് ഫസ്റ്റ് ഹാഫ് 1 ലാഗ്, സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ്. ഫസ്റ്റ് ഡേൻ്റെ കുറച്ച് ഷോർട്സ് ആയിരുന്നു, അത് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രൊഫഷണൽ BAMSൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് എ കമൻറ്റ് ബിലോ. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ കുഹാസിൻ്റെ, അതായത് നമ്മുടെ ഹെൽത്ത് യൂണിവേഴ്സിറ്റീൻ്റെ യൂണിയൻ ഇനോഗ്രേഷൻ നമ്മുടെ കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ കമ്മിറ്റീസൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ട് പോയി. എൻ്റെ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഗ്രൗണ്ടിൽ നടന്നിട്ട് വരാമെന്ന്. അങ്ങനെ ഗ്രൗണ്ടിൽ നടക്കിയിരുന്നു. എൻ്റെ കോളേജിലെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഗ്രൗണ്ടാണ് പറയുക കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹെർബൽ ഗാർഡൻ ആണ്. ഇന്ന് ഇൻട്രൊഡക്ഷനിൽ സാറ് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹെർബൽ ഗാർഡൻ നമ്മുടെ ഹെർബൽ ഗാർഡൻ ആണെന്ന്. അതാണ് നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സാധനം വാങ്ങാൻ മറന്നുപോയിട്ട് വീണ്ടും രാത്രി ഇറങ്ങി. പിന്നെ നാളെ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ സെൻഡ് ഓഫ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ പ്രാക്ടീസൊക്കെ ആയിരുന്നു. ഞാൻ രാത്രി ആസ് യൂഷ്വൽ എന്ന് പറയാൻ പറ്റില്ല, ചില ഡേയ്സ് ഞാൻ ജേർണൽ ചെയ്യാറുണ്ട്, ചില ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഞാൻ ജേർണൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ കുട്ടി വിശേഷം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ സ്മോൾ ചാനൽ. ബൈ.